വിജ്ഞാനത്തോടൊപ്പം തൊഴിലിനും പ്രാധാന്യം നൽകുന്ന വൈജ്ഞാനിക സമൂഹമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാസ്വേഡ് സൗജന്യ കരിയർ ഗൈഡൻസ് ദ്വിദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, ഒപ്പം തൊഴിലും നൽകാനുള്ള ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അക്കാദമിക നിലവാരത്തിലും അടിസ്ഥാന വികസനത്തിലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി. ഏകദേശം 11 ലക്ഷം വിദ്യാർത്ഥികളാണ് അൺഎയ്ഡഡ് മേഖലകളിൽ നിന്നും എയ്ഡഡ് മേഖലയിലേക്ക് കടന്നു വന്നത്. ഇന്ത്യയിലെ മികച്ച 100 സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിലെ 3 സർവകലാശാലകൾക്ക് ഇടം പിടിക്കാനായി. ജോലി എന്നതിനപ്പുറം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് ജീവിത നിലവാരം ഉയർത്തുവാനുള്ള ജാഗ്രതയും ഊർജ്ജവും വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. മാവേലിക്കര ജീവാരാം ആനിമേഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ MS അരുൺകുമാർ MLA അധ്യക്ഷനായി. പത്തനത്തിൽ പഠനത്തോടൊപ്പം വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തൊഴിലും കൂടി ചേർത്തുള്ള ഒരു വൈജ്ഞാനിക സമൂഹത്തെയാണ് കേരളം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾ ഒരിക്കലും 100 റാങ്കിനുള്ളിൽ വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ 100 റാങ്കിനുള്ളിൽ വന്ന 3 സർവകലാശാലകൾ കേരളത്തിലുണ്ട്. അതിൽ തന്നെ കേരള സർവകലാശാല A++ലേക്ക് വന്നു. അപ്പം നമ്മളൊരു പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ആ പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ശാസ്ത്രരംഗത്ത്, ഗവേഷണ രംഗത്ത്, വിജ്ഞാന രംഗത്ത് ഒക്കെ വന്ന മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോൾ സർക്കാർ ഉദ്യോഗം നേടുക എന്നതിനപ്പുറം സ്വന്തം കാലിൽ നിന്ന് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് പോകാനുള്ള ഒരു വിജ്ഞാനം, ഒരു ജാഗ്രത, അവരിലേക്ക് ഒരു പ്രചോദനം ഉൾക്കൊള്ളുക, എത്തിക്കുക എന്നതാണ്